ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അങ്ങനെ ഇന്ന് ഒരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നത്. ഞാൻ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി നിൽക്കുകയാണ്. ലുലു ധനാമാളിലേക്കാണ് പോണത്. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് പോണത്. വഴിയിൽ നിന്ന് അച്ഛനും കൂടി ജോയിൻ ചെയ്യും. അച്ഛൻ ജോലിക്ക് പോയതാണ്. അപ്പോൾ ഈ സൗണ്ടൊക്കെ ഞാൻ കൊടുക്കുന്നത് നാട്ടിൽ എത്തിയിട്ടാണ്. കുറച്ച് ലേറ്റായി വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇടാനൊക്കെ കുറച്ച് തിരക്കായിപ്പോയി, അതാണ്. അപ്പോൾ നല്ല വെയിലുണ്ട് ഇവിടുന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു കാര്യം ചെയ്തു. കാരണം എന്താ വെച്ചാൽ അമ്മ ബാഗിൽ കുട ഉണ്ടായിട്ട് എടുത്ത് പുറത്തിട്ടു. ഫുള്ള് വെയിൽ കൊള്ളേണ്ട അവസ്ഥയായിരുന്നു. അമ്മ അച്ഛനോട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ലൊക്കേഷൻ ചോദിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും എൻ്റെതും അമ്മേൻ്റെയും പാസ്പോർട്ടാണ് റിന്യൂ ചെയ്യാനുള്ളത്. പക്ഷേ അച്ഛനെ കൂടുതൽ ഇതൊക്കെ ചെയ്തിട്ട് പരിചയമാവുണ്ട്. അച്ഛനെയും കൂടി ഞങ്ങൾ കൂട്ടുന്നു. അപ്പോൾ നടന്നിട്ടാണ് പോണത്, ബസ് പോണില്ല. ഞങ്ങളപ്പോൾ നടന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട് ധനാമാളിലേക്ക്. ഞങ്ങൾ മനാമയാണ്. മനാമയിൽ നിന്ന് ധനാമാളിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അതിനുശേഷം നല്ല വെയിൽ. ഇനി ജമ്മു സഹിക്കാൻ വേണി അവിടെ എത്തുന്ന വരെയും തിരിച്ച് നടക്കുമ്പോൾ ഒരു മീഡിയമായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് വേണ്ട ഫയലിൽ പാസ്പോർട്ടും CPR ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു വേഗം ഓടിപ്പോയി എടുത്തിട്ട് വേഗം വാങ്ങുന്നു പറഞ്ഞ് തിരിച്ചും ഓടിയെത്തേണ്ട അവസ്ഥയായിരുന്നു. ഓടിയിട്ടൊരു വഴിയെ ഞങ്ങൾ അത്യാവശ്യം അങ്ങോട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിനൊക്കെ ദാഹിച്ച് തൊണ്ടൊക്കെ വരണ്ടുപോയി. അപ്പോൾ ഈ ഫയലാണ് എടുക്കേണ്ടത്, അതവിടെ വെച്ച് മറന്നുപോയി. ഇതില്ലാതെ ചെന്നാൽ ഒന്നും നടക്കില്ല. ഞാൻ അമ്മ അവിടെ കാത്തുനിൽക്കേനി. അതാ അമ്മേനെ അവിടെ നിന്ന് കാണുന്നുണ്ടോ ഗൈസ്, നിങ്ങൾ വേസ്റ്റ് ബിന്നിൻ്റെ അപ്പുറത്ത് അമ്മ അവിടെ നിൽക്കേനി. ഞാൻ അവിടേക്ക് ഓടിപ്പോയിട്ട് റൂമൊക്കെ തുറന്ന് ഇതെടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പോൾ കണ്ടോ, ഇവിടെ കുറച്ച് തണലുണ്ട്. പക്ഷേ ഇനി പോണത് ഫുള്ള് വെയിലത്തേക്കാണ്. കണ്ടോ, ഈ ഫയലാണ് എന്നെ സേവ് ചെയ്തത്. സത്യം പറഞ്ഞാൽ കുറേയൊക്കെ അമ്മ ഷോള്, ഞാൻ ഫയലായിരുന്നു ഫുള്ള് പിടിച്ചുകൊണ്ട് നടന്നതെന്ന്. കണ്ടോ, ഫുള്ള് വെയിലാണ്. അങ്ങനെ തണലോ കാര്യങ്ങളോ ഇല്ല. ഇവിടെ ഫുൾ മരവും വെട്ടിയിട്ടൊക്കെ ഭയങ്കര വെയിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വീഡിയോൻ്റെ വോയിസ് തീരെ ഇതുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് ഹെഡ്ഫോൺ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. എനിവേ പണ്ടത്തെ ആ ഒരു ഇത് കിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അല്ലാതായിരുന്നു. പക്ഷേ ആ ഒരു സൗണ്ട് ഇനി വരില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നല്ല വെയിലുണ്ട്. കണ്ടു, ഇപ്പോൾ ഇത്തിരി നടന്നപ്പോൾ തന്നെ ക്ഷീണിച്ച് ഞാൻ അവിടെ അങ്ങ് ഇരുന്നു. ആൻഡ് ഒരു മരത്തിൻ്റെ കഷ്ണം പോലത്തെ സീറ്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ നല്ല തണലും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നടന്നെത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടച്ചു പോവും, റിന്യൂ ചെയ്യുന്ന സ്ഥലം. അതുകൊണ്ട് അമ്മ അങ്ങ് പറഞ്ഞു വാ പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് എണീക്കാൻ പോവാണ്. അതിന് മുന്നേ ഇതാണ് ലൊക്കേഷൻ അവിടേക്കുള്ളത്. 1.5 കിലോമീറ്റർ ഇനിയും ഉണ്ട്. 21 മിനിറ്റ് ഇനിയും നടക്കാനുണ്ട്. ഇത്രയും നടന്നിട്ട് ഇനിയും ഉണ്ട് കുറേ ധനാമാളിലേക്ക്. ധനാമാളിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഓഫീസ്. IVS എന്നാണ് അതിൻ്റെ പുറത്തത്. നോർമലുണ്ട് ആ പേര്. ആൻഡ് അതിന് ശേഷം അമ്മ അങ്ങ് നടന്നുപോയി. പിന്നെ ഒരു വഴിയില്ലാതെ ഞാനും അങ്ങ് എണീച്ചു. വേറെ വഴിയില്ല എണീച്ച് പോയില്ലെങ്കിൽ. അപ്പം ഞാനും അമ്മയും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു പോകുമ്പോൾ അമ്മ എനിക്ക് പോപ്പിൻസ് തന്നു ഗൈസ്. ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഒരു എനർജിയുടെ കിട്ടിയിട്ട് അങ്ങ് നടക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ അതാണ് ധനാമാൾ. ഏകദേശം എത്താനായി. കുറേ നടന്ന് ക്ഷീണിച്ച് എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. എൻ്റെ മുടിയൊക്കെ കണ്ടോ വേർത്ത് കുളിച്ചൊക്കെ കൂടി ഒരു വഴിയായി. വീഡിയോ എടുക്കുമ്പോഴേക്ക് അമ്മ ഫ്രണ്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വീണ്ടും ഓടി. അപ്പോൾ അച്ഛനതാ അവിടെയാണ്, ഞങ്ങളിവിടെയും. അച്ഛനും ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഡിസ്റ്റൻസേ ഉള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞാൽ അച്ഛനും കൂടി വരും. അപ്പോൾ ഞാൻ മുടിയൊക്കെ നേരെയാക്കാണ്. പാസ്പോർട്ട് എടുക്കാൻ സുന്ദരിയാവുകയൊക്കെ നിന്നായിരുന്നു. പക്ഷെ ഒന്നും റെഡി ആയില്ല. എല്ലാം കുളമായി, വെറുതെ മാറ്റി. പാസ്പോർട്ടിലെ ഫോട്ടോ ഉണ്ട്. എനിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചിരി വരും. എനിക്കിഷ്ടമല്ല പാസ്പോർട്ടിലെ ഫോട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ മുന്നത്തെ പാസ്പോർട്ടിലെ ഫോട്ടോ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഒന്ന് ചെറുതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു രസമില്ല. ഭയങ്കരമായിട്ട് എന്താ പറയുക, അതിനെ ലാർജാക്കി വലിച്ചു നീട്ടിയൊരു ഫോട്ടോ. ഞാനും അമ്മയും ധനാമാളിലേക്ക് എത്താനായി ഗൈസ്. എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ വയ്യ. അതാണ് ധനാമാൾ. ലുലു എന്നും പറയും നമ്മളതിനെ. കൂടുതലായാലും ലുലു ആണ്. അപ്പോൾ ധനാമാളുടെ താഴെത്തി. ഞങ്ങൾ ക്രോസ് ചെയ്യാൻ കുറേ നിന്നു ആ വെയിലത്ത്. പക്ഷെ ഒരാൾ നിർത്തി തന്നില്ല. കുറേ കാത്തു നിന്നതിന് ശേഷമാണെന്ന് നിർത്തി തന്നത്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലെത്തിയും. ഞങ്ങൾ ലുലുവിൽ കയറി. ഷോപ്പിങ്ങിനല്ല, പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അടയ്ക്കാനുള്ള റിന്യൂ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനും അമ്മയും കൂടെ ATMിലോട്ട് പോവാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ATM ഉണ്ട്. അപ്പോൾ അമ്മേൻ്റെ കാർഡ് വെച്ചു. ഞങ്ങൾ എത്ര പൈസ വേണമെന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ആൻഡ് ഇതാ ഗായ്സ്, നമ്മളെ ക്യാഷ് വന്നു. അപ്പോൾ ഞങ്ങൾ
എടുത്തു. ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ ബഹ്റൈൻ ദിനാസൊക്കെ. അറബിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. കിങ്ങിൻ്റെ അറബിയല്ല കിങ് രാജാവിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും അമ്മയും ആ പൈസ എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി. ഇതിൻ്റെ കോമ്പൗണ്ട് നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ തന്നെയാണ് ഈ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന സ്ഥലം. IVS എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ ടിഷ്യൂ ഒക്കെ എടുത്ത് തുടച്ച് എൻ്റെ മുഖം ബ്ലഷ് ഇട്ട പോലെ ചുവന്ന് തുടുത്ത് മുടിയെല്ലാം ഒരു വഴിയായി. ഉണ്ടോ IVS ഇതാണ്. അമ്മ അവിടെ ഞങ്ങളെ പേര് അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ ലുക്ക് കണ്ടോ, അയ്യോ അയാളെന്നെ പേടിച്ചു പോയിട്ടുണ്ടാവും എടുക്കുന്നത്. അങ്ങനെ എന്നോട് കണ്ണട ഊരിയൊക്കെ പറഞ്ഞു. ഞങ്ങൾ കൂരി വെച്ചു. അങ്ങനെ അയാൾ ഫോട്ടോ എടുത്തു. കുറേ എടുത്തിട്ട് രസമുണ്ടാവുക ചോദിച്ചു. ഇനിയിപ്പോൾ എടുത്താൽ എൻ്റെ ലുക്കൊന്നും മാറാൻ പോണില്ല. പിന്നെ അമ്മേനെ ഇരുത്തി. അമ്മേൻ്റെ ഫോട്ടോ സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ ഫോട്ടോ ഒരു രസമില്ല. ഞാൻ അമ്മേൻ്റെ ഫോട്ടോ എടുത്തു. ഞാൻ അമ്മയെ കാണിച്ചു കൊടുത്തു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട്. അമ്മ ഓക്കെ സൂപ്പറാന്ന് പറഞ്ഞ് അമ്മ തിരിച്ചു വന്നു. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ടോക്കൺ T107. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ് ഇതിന് വേണ്ടിയിട്ട്. അവിടെ കുറേ കൗണ്ടേഴ്സ് ഉണ്ട് കണ്ടോ. ഈ കൗണ്ടേഴ്സിൽ നമ്മൾ എന്താ പറയുക ടോക്കൺ നമ്പർ കാണിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാനും അമ്മയും അതിന് ഒന്ന് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മൾ ടോക്കൺ. അപ്പോൾ ഇതാണ് IVS കണ്ടോ. IVSൻ്റെ ഫുൾ ഫോം അറിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും വന്നു. അച്ഛൻ ജോലി കഴിഞ്ഞ് നേരെ ഇവിടേക്കാണ് വന്നത്. അപ്പം അച്ഛനും വേർത്ത് കുളിച്ചിക്കാൻ ഞാൻ ചൂടെങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എക്സ്പ്രഷനാണ് ആ മുഖത്ത് കണ്ടത്. പിന്നെ അമ്മേൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളിവിടെ നോക്കി ചിരിക്കുന്നു. അമ്മേൻ്റെ മുഖമൊക്കെ സൂം ചെയ്തിട്ട്. എൻ്റെ അമ്മയാണ് അവിടെ കൗണ്ടറിൽ പോയിരുന്നത്. എൻ്റെ അമ്മേൻ്റെ ഫോം കൊടുത്തിട്ട് ഇതെല്ലാം പേരെല്ലാം ശരിയാണോ നോക്കാൻ പറഞ്ഞു. അതെല്ലാം അമ്മ നോക്കി ശരിയാണെന്ന് പറഞ്ഞു കൊടുത്തു. ഗൈസ് നമ്മുടെ ഫോട്ടോ അറ്റ് ലാസ്റ്റ് വന്നു. നല്ല ബോർ ഫോട്ടോ ആണ്. കണ്ട് ചിരിക്കാത്ത ദിവസങ്ങളില്ല സത്യം പറഞ്ഞാൽ. പാസ്പോർട്ട് എടുക്കുമ്പോൾ ഒക്കെ നാട്ടിലേക്ക് വരുമ്പോൾ എനിക്കിത് കാണിക്കാൻ ഭയങ്കര മടിയായിരുന്നു സത്യം പറഞ്ഞാൽ. അമ്മേൻ്റെ ഫോട്ടോ ഇതാ കണ്ടോ. അമ്മേൻ്റെ വലിയ കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഫോട്ടോ കാണണം ഞാൻ ഒക്കെ കൂടി ആ ക്യാമറ ഫുള്ളായി നിൽക്കുകയാണ്. അങ്ങ് വലിഞ്ഞ് വീർത്ത് നിൽക്കണ്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ല. എനിവേ അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റും. നമുക്ക് സെൽഫി എല്ലാം എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഞാൻ ഇങ്ങനെ കൊടുത്തേനെ. അങ്ങനെ ഞങ്ങൾ പഴയ പാസ്പോർട്ട് അവിടെ എടുത്ത് വെച്ചു. അത് ഓട്ടോ ഇട്ടിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരും. പുതിയ പാസ്പോർട്ട് ഇവിടുന്ന് പോയി അപ്ലൈ ചെയ്തിട്ടിട്ട് പോവാം. പിന്നെ ഒരു ദിവസം അവർ വിളിച്ചിട്ട് ഞങ്ങളിവിടെ വന്ന് കളക്ട് ചെയ്യണം. ആ കളക്ട് ചെയ്തൊക്കെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ അമ്മ അവിടെ ഫില്ല് ചെയ്യാൻ അമ്മ കുറേ സ്ഥലത്ത് സൈൻ ഇടാനുണ്ടായിരുന്നു. അമ്മേൻ്റെ പേപ്പറിൽ കുറേ ഉണ്ട്. പിന്നെ എൻ്റെ പേപ്പറിൽ അമ്മയ്ക്കും അച്ഛനും കുറേ പേപ്പറിൽ സൈൻ ചെയ്യാനുണ്ടായിരുന്നു. ഇവർ സൈൻ ചെയ്ത് അച്ഛനും അമ്മയ്ക്കും സൈനേ മറന്നുപോയി. അച്ഛൻ അമ്മേൻ്റെ സൈനൊക്കെ ഇടാൻ തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ. അങ്ങനെ സൈനിട്ടൊരു വഴിയായി അമ്മ. ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ അമ്മ ആ ഫയലിലേക്ക് ബില്ല് കുത്തിക്കയറ്റാണ്. ഇതായിരുന്നു അതിൻ്റെ ബില്ല്. ഇപ്പോൾ കാണിച്ചു തരാം. 1 മിനിറ്റ്. ഞാനും അമ്മയോട് കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് ബില്ല്. 2 പേർക്കും കൂടി ഒരാൾക്ക് 33 സംതിങ് ആണ്. 33 അങ്ങനെ എത്രയോ ആണ് ഒരാൾക്ക്. അപ്പോൾ 2 കൂടി 60 ചില്ലാൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് 2 കൂടി റിന്യൂ ചെയ്യാൻ. അതിന് അമ്മ ബാക്കിയുള്ള പൈസ എന്നെ തിട്ടപ്പെടുത്തുമ്പോൾ ഗൈസ് ഞാൻ ഒരു ദിനാർ ചാമ്പി. ഇവിടുത്തെ 100 ഫീൽസ് എന്ന് പറഞ്ഞാൽ 20 ഉറുപ്പ്യ നാട്ടിലത്തെ. അപ്പോൾ 1 BD എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യൂ. അങ്ങനെ ഞാനത് പോക്കറ്റിലാക്കി. അതിൻ്റെ സന്തോഷം ഞാൻ കാണുന്നത്. സേവ് ചെയ്യാലോ എന്ന് വിചാരിച്ചെടുത്ത് വെച്ചാണ്. ബട്ട് വാട്ട് ടു ഡു. അങ്ങനെ നല്ല വെയിലായിരുന്നു. ഇപ്പം ഒരു എന്താ പറയുക നല്ലൊരു വാം ലൈറ്റ് എന്നൊക്കെ പറയാം. ഞാൻ എൻ്റെ ആ പൈസ എടുത്തുകൊണ്ട് പോയി ഗൈസ് പിടിച്ചു. അമ്മ വീണ്ടും എണ്ണിയപ്പോഴേക്കും ആ 1 ദിനാർ എവിടെയെന്ന് വെച്ചപ്പോൾ ഞാൻ എടുത്തു കൊടുത്തു. ഞാൻ നിഷ്കളങ്കയാണ്. ഞാൻ കൊടുത്തുപോയി. നല്ല വലിയ വെയിലും ഇല്ല ഇരുടും അല്ലാത്ത നല്ലൊരു മീഡിയം ഇതിൽ ഞങ്ങളങ്ങ് നടന്നു. വീട്ടിലെത്തി. അത്രയും നടന്ന ക്ഷീണം നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതിലും അങ്ങ് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. നല്ല വിശപ്പുണ്ടെന്നു. കഴിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ ഒറ്റ കിടത്തായിരുന്നു. കിടത്തം ലൈക്ക് വന്ന് അതേ ഡ്രസ്സിൽ തന്നെയാണ് ഫുഡ് കഴിച്ചത്. കാരണം അത്രയ്ക്കും വയ്യായിരുന്നു. ഞാൻ കിടന്നെണീച്ച് ചായ കുടിക്കാൻ അതും ചിക്കനും ചിക്കനല്ല കട്ടൻ ചായയും അതേപോലെ KFCത്തെ ഇതിൻ്റെ പേരെന്തായിരുന്നു ഷവർമ
വെറും ഷവർമയല്ല, ചിക്കൻ ട്വിസ്റ്റർ എന്നാണ് പറയുക. എനിക്കിത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ ഒരു ബിഗ് ഫാനാണ്. ആൻഡ് രാത്രിയും ആസ് യൂഷ്വൽ ആ നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്. ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.